Hi friends, welcome to learn to enlighten. ഇന്ന് നമുക്ക് may have, might have വെച്ചിട്ടൊരു സെൻറ്റൻസ് എങ്ങനെ പറയാൻ നോക്കാം. എപ്പോഴാണ് may have, might have വയ്ക്കുക? ഒരു കാര്യം നമ്മൾ ഗസ് ചെയ്തിട്ട് പറയാണ്, ഉണ്ടാകുമായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗസ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ may have ഓ might have ഓ വയ്ക്കുക. may have അല്ലെങ്കിൽ might haveനോട് കൂടി നമ്മൾ V3 ആണ് വയ്ക്കുക കേട്ടോ, അതായത് വേർബിൻ്റെ തേർഡ് ഫോമാണ് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, റീന പാസ്സായിട്ടുണ്ടാവോ? റീന ഉണ്ടായിരിക്കണം, നമുക്ക് 60% ഉറപ്പുള്ളൂ. അപ്പോൾ നമ്മൾ പറയുക എങ്ങനെയാണ്? ഷീ മേ ഹാവ് പാസ്ഡ് അല്ലെങ്കിൽ ഷീ മൈറ്റ് ഹാവ് പാസ്ഡ്. അവൾ പാസ്സായിട്ടുണ്ടായിരിക്കണം, അവൾ പാസ്സായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ 60% നമുക്ക് ഉറപ്പുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ മേ ഹാവ് പാസ്ഡ് ഓർ ഷീ മൈറ്റ് ഹാവ് പാസ്ഡ്. ഇനി നമുക്ക് 100% ഉറപ്പുണ്ട്, അവൾ എന്തായാലും പാസ്സായിട്ടുണ്ടായിരിക്കണം. അപ്പം നമുക്ക് പറയാം മസ്റ്റ് ഹാവ് പ്ലസ് V3. ഷീ മസ്റ്റ് ഹാവ് പാസ്ഡ്. അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണല്ലോ, അവൾ എന്തായാലും പാസ്സായിട്ടുണ്ടായിരിക്കണം. ഷീ മസ്റ്റ് ഹാവ് പാസ്ഡ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചൊരു ബുക്ക് കാണുന്നില്ല, അപ്പോൾ അവനായിരിക്കണം അതെടുത്തത്, അവനായിരിക്കും. നമ്മൾ ഗസ് ചെയ്യണം അല്ലേ? നമ്മൾ എടുത്തോന്നും കണ്ടിട്ടില്ല, 60% ഉറപ്പുള്ളൂ നമുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കെങ്ങനെ പറയാം? He may have taken that. Take, took, taken. Taken ആണ് V3 form. He might have taken that book. He might have taken that book. ഇനി അവൻ എടുക്കുന്നത് എന്തായാലും നമുക്ക് ഉറപ്പ്, അവൻ തന്നെ ആയിരിക്കണം, വേറെ ആരും അത് എടുക്കാൻ വഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ഹാവ് വെച്ചിട്ട് പറയാം. 100% ഷുവർ ആണെങ്കിൽ അങ്ങനെ പറയാം. എങ്ങനെ പറയാം? He must have taken that book. He must have taken that book. Thank you.